ഏറ്റുമാനൂർ നഗരസഭയിൽ യുഡിഎഫിന് വ്യക്തമായ ഭൂരിപക്ഷം പിടിച്ചെടുക്കാൻ സാധിച്ചു. 36 അംഗ നഗരസഭയിൽ 21 സീറ്റ് യുഡിഎഫ് നിലനിർത്തി. യുഡിഎഫ് ജില്ലാ നേതൃത്വം ചെയർമാൻ ആരെന്ന് തീരുമാനിക്കുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയി പൂവം നിൽക്കുന്നതിൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ യുഡിഎഫിന് വ്യക്തമായ ഭൂരിപക്ഷമാണ് കിട്ടിയത്. കോൺഗ്രസിന് 15, കേരള കോൺഗ്രസ് 6 ഉൾപ്പെടെ 21 സീറ്റാണ് യുഡിഎഫ് നിലനിർത്തിയത്. 2020-25 കോൺഗ്രസിന് 11, കേരള കോൺഗ്രസിന് 2 ഉൾപ്പെടെ 13 സീറ്റാണ് ലഭിച്ചത്. 2015 ഏറ്റുമാനൂർ നഗരസഭ രൂപീകൃതമായത്. 2 ടേമിൽ സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് യുഡിഎഫ് നഗരസഭ ഭരണം നിലനിർത്തിയത്. ഇത്തവണ യുഡിഎഫിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചതോടെ സ്വതന്ത്രരുടെ പിന്തുണ ആവശ്യമില്ല. ചെയർമാൻ ആരാണെന്നത് യുഡിഎഫ് കോട്ടയം ജില്ലാ നേതൃത്വം തീരുമാനിക്കും. 26-ാം വാർഡിൽ നിന്നും വിജയിച്ച് ടോമി പുളിമാൻ തുണ്ടത്തിനായിരിക്കും ചെയർമാൻ സാധ്യത എന്നാണ് പ്രാദേശിക വിലയിരുത്തൽ. ജില്ലാ യുഡിഎഫ് നേതൃത്വം ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എടുക്കും. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി 2015 രൂപീകൃതമായ ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പിലും സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടിയാണ് മുനിസിപ്പൽ ഭരണം പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായി 2025 തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി 21 സീറ്റുകൾ യുഡിഎഫ് നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് വരികയാണ്. ഈ വ്യക്തമായ ഭൂരിപക്ഷം നേടിയത് യുഡിഎഫിൻ്റെ ശക്തമായ കെട്ടുറപ്പും കൂട്ടായ പ്രയത്നം കൊണ്ടാണ് ഈ 21 സീറ്റ് യുഡിഎഫിന് ലഭിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം 11 കോൺഗ്രസിനും 2 സീറ്റ് കേരള കോൺഗ്രസിനും ലഭിച്ചു 13 സീറ്റാണ് ലഭിച്ചത്. ആ 13 സീറ്റിൽ വൈസ് പ്രസിഡൻ്റായിരുന്ന കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധി കാലുമാറുകയും LDFിൻ്റെ കൂടെ ചേർന്ന് ഏറ്റുമാനൂർ വികസനങ്ങൾ മുഴുവൻ LDFും BJPയും കൂടി ചേർന്ന് അട്ടിമറിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ടാണ് ഈ 21 സീറ്റ് നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായി 15 സീറ്റും കേരള കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന് 6 സീറ്റും ലഭിച്ചു. അങ്ങനെ 21 സീറ്റാണ് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചിട്ടുള്ളത്. i4u ന്യൂസ് ഏറ്റുമാനൂർ.